ഹായ് ഹലോ ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി തൻ്റെ അമ്മയെ രക്ഷിക്കാനും തൻ്റെ അച്ഛൻ്റെ യഥാർത്ഥ കൊലപാതകിയെ തെളിയിക്കാനും വേണ്ടി ഓരോ ചുവടുവെപ്പിലാണ്. അതിവിദഗ്ധമായിട്ട് ആ ലെറ്ററിൽ അവൾ ആ ആളെ പിടിക്കാനായിട്ട് ഒരു കാര്യം എഴുതി വെക്കുന്നുണ്ട്. ബാക്കി തെളിവുകൾ ജോസഫിൻ്റെയും മാധവൻ്റെയും കയ്യിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അത് അന്വേഷിക്കണം എന്ന ടെൻഷനിലാണ്. അങ്ങനെ മാധവൻ്റെ മുമ്പിൽ എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞ് ഭവാനി അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം കമാലിനെ വിളിക്കുക. വല്ലാത്തൊരു കുരുക്കിലാണല്ലോ കമാലെ നമ്മൾ പെട്ടിരിക്കുന്നത്. എന്തൊക്കെയോ എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്നാണ് തോന്നുന്നത്. എന്താ മാഡം ആ കത്തിനുള്ളിൽ എന്താണ്? ഞാനത് കൂടുതലൊന്നും വായിച്ചില്ലായിരുന്നു. അതെ, മറ്റു രണ്ടുപേരെ കണ്ടുപിടിക്കണം. ഭൂമിയുടെ കോഫി ഷോപ്പിൽ എപ്പോഴും ചായ കുടിക്കാൻ വരുന്ന രണ്ടുപേരും ജോസഫും മാധവനും ഇവരുടെ രണ്ട് പേരുടെയും കയ്യിലാണ് ബാക്കി തെളിവുള്ളത്. അത് അവരാരാണെന്ന് ആദ്യം കണ്ടെത്തണം. നാളെ മുതൽ നീ ആ ഒരു കോഫി ഷോപ്പിനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഭൂമി പിറ്റേ ദിവസം ഷോപ്പിലേക്ക് വരുന്നുണ്ട്. മാധവനും ജോസഫും അവളെ കണ്ട് സംസാരിക്കാണ്. അങ്ങനെ ഭൂമി നടന്ന സംഭവങ്ങളെല്ലാം അവരെ ധരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ആരോ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവർ നിങ്ങളെ തേടി വരും, അതുറപ്പാണ്. എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ എഴുതി വെച്ച ലെറ്റർ എടുത്തുകൊണ്ട് അവർ പോയിട്ടുണ്ട്. അന്നേരം കമാൽ അവിടേക്ക് വരുന്നുണ്ട്. ഇവർ തന്നെയായിരിക്കും ആ മാധവനും ജോസഫും. ഭൂമി സംസാരിക്കുന്നത് കണ്ടിട്ട് അയാൾക്ക് മനസ്സിലാവാണ് ഭൂമിയും അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭൂമി ജോസഫിനോടും മാധവനോടും പറയുന്നുണ്ട്, അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. ദേ അവിടെ ആ ഹെൽമെറ്റ് ധരിച്ച് നിൽക്കുന്ന ആളാണ് എന്നെ ഫോളോ ചെയ്ത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അയാൾ തന്നെയാണ് ആ ലെറ്റർ എടുത്തതും. അവർ തന്നെയായിരിക്കും നിങ്ങളെ തേടി വരിക. അങ്ങനെ ജോസഫും മാധവനും അവിടെ നിന്ന് പോകുന്നുണ്ട്. കമാൽ അവരെ ഫോളോ ചെയ്ത് അവരെവിടെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഭവാനിയെ വിളിച്ച്, മാഡം അവരുടെ താമസ സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയായാലും നമുക്ക് അവരെ നേരിട്ട് കാണണം. അങ്ങനെ ജോസഫിനെയും മാധവിനെയും കാണാനായിട്ട് ഭവാനിയും കമാലും കൂടെ പോവാണ്. അവിടുന്ന് ആ സമയത്ത് തന്നെ മനസ്സിലാവാണ് യഥാർത്ഥ പുള്ളികൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന കാര്യം. കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാകുന്നു കേട്ടോ. അതിവിദഗ്ധമായിട്ടാണ് ഭവാനിയും കമാലും അവിടുന്ന് രക്ഷപ്പെടുന്നത്. തലനാഴിക്ക് രക്ഷപ്പെടുക എന്ന് പറയല്ല, അതുപോലെയാട്ടോ ഭവാനി രക്ഷപ്പെടുത്താൻ. അജിയോ ഭൂമിയോ അവരെ കാണുന്നില്ല. തൻ്റെ അച്ഛൻ്റെ കൊലയാളികൾ തൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന കാര്യം ഭൂമിക്ക് മനസ്സിലായി. ഭൂമി എന്തൊക്കെ ചെയ്തിട്ടും ഒരു തെളിവും അവശേഷിക്കുന്നില്ലല്ലോ എന്ന നിരാശയിലായിരുന്നു അജയ്. അങ്ങനെ അജയ് പറയുന്നുണ്ട്, ഞാനൊരു വക്കീലിനെ പരിചയപ്പെടുത്തരാം. ഭൂമി എന്തായാലും അയാളെ പോയി കാണ്. അയാൾക്ക് ഈ കേസിൽ നിന്ന് നിൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയും. അത്രയും പ്രഗത്ഭനായ ഒരു വക്കീലാണ് അയാൾ. തെളിവ് കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത്. അങ്ങനെ ലക്ഷ്മിയെടുത്തിയെയും കൂട്ടിയിട്ട് ആ വക്കീലിനെ കാണാനായിട്ട് ഭൂമി പോകുന്നുണ്ട്. പക്ഷേ അയാൾ പറഞ്ഞ പ്രതിഫലം കേട്ട് അവളാകെ നട്ടി നിൽക്കാണ്. 25 ലക്ഷം രൂപ. താൻ എവിടെ നിന്ന് 25 ലക്ഷം രൂപ ഉണ്ടാക്കും എന്നോർത്ത് അവൾ വല്ലാതെ വിഷമത്തിലാണ്. അങ്ങനെയാണ് ആ 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അജയെ വിവാഹം കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ വരുന്നത് അജയ് തന്നെയാണ് ആ ഓഫർ മുന്നോട്ട് വെച്ചത്. ഭൂമി അവൾ സമ്മതിക്കുമെന്ന് മനസ്സിലായിരുന്നു. അവൾക്കിപ്പോൾ അവളുടെ അമ്മയെ രക്ഷിക്കണം. അതിനുവേണ്ടി അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കും. അങ്ങനെ ആദ്യം കോൺട്രാക്ട് മാരേജ് എന്ന് കേൾക്കുമ്പോൾ ഭൂമി പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് ആ വിവാഹത്തിന് സമ്മതിക്കാണ്. ഈ ഒരു സീന് ഞാൻ മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ വിവാഹം നടക്കുന്ന ആ ഒരു സീനൊക്കെ. അതിനുശേഷം കേട്ടോ അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. അമ്മ ഇപ്പോഴും ജയിലിൽ തന്നെ. ഇടയ്ക്കെല്ലാം ഭൂമി അമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഭൂമിക്ക് തൻ്റെ അച്ഛൻ്റെ കൊലപാതകക്കാരി ആരാണെന്നതിൻ്റെ വലിയൊരു തെളിവ് അവൾക്ക് കിട്ടുകയാണ്. അങ്ങനെ അജയുടെയും ഭൂമിയുടെയും വിവാഹം കഴിഞ്ഞു. അത് അംഗീകരിക്കാതിരിക്കാതെ വലിയ നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശിയും ഒക്കെ പൂജ ചെയ്യാനായിട്ട്, കുടുംബ പൂജ ചെയ്യാനായിട്ട് ഭൂമിയെ ആ വീട്ടിലെ മരുമകളായിട്ടും അംഗീകരിക്കാണ്. അങ്ങനെ പൂജ ചെയ്ത ദിവസം കുടുംബ പാരമ്പര്യമായ മാല ഭൂമിയുടെ കഴുത്തിലും അവർ കൊടുക്കുന്നുണ്ട്. ഭൂമി ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ തൻ്റെ കയ്യിലുള്ള അതേ മാല കുഞ്ഞുനാളിൽ തനിക്ക് എപ്പോഴോ അച്ഛനും അമ്മയും വാങ്ങി തന്നതെന്നാണ് പറഞ്ഞത്. അതേ മാലയും അതേ ഡിസൈനും ഒരു മാറ്റവുമില്ല. അത്ഭുതത്തോടെയാണ് ഭൂമി ആ മാലയിലേക്ക് നോക്കിയത്. അത് കണ്ടതും മുത്തശ്ശി ചോദിക്കും, എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നത്? ഈ മാല നീ മുമ്പ് കണ്ടിട്ടുണ്ടോ? കാണാനൊന്നും വഴിയില്ല. കാരണം ഇത് കുടുംബത്തിൻ്റെ സിഗ്നലാണ്. ഇങ്ങനൊരു ഡിസൈൻ വേറെ എവിടെയും ഉണ്ടാവില്ല. ഇത് സൗഭാഗ്യപുരത്തെ ഡിസൈനാണ്. അത് മറ്റെവിടെയും കൊടുക്കരുതെന്ന് ഇത് പണിത ആളോട് അത്രയും നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോൾ ഇത് കാണാൻ ഒരിക്കലും ഇടയില്ല. അങ്ങനെ ഭൂമി ആകെപ്പാട് ടെൻഷനിൽ തലയാട്ടാണ്. അതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നു? ഇതുപോലൊരു മാല അഭിരാമി മോൾക്കും കൊടുത്തിരുന്നു.
കുഞ്ഞുനാളിലെ അവളുടെ കഴുത്തിലുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കഴുത്തിൽ ഈ മാലയുണ്ടായിരുന്നു. ആ മോളിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അവളെ കണ്ടുപിടിക്കാനുള്ള ഏക അടയാളം ഈ മാല പതിച്ച ഒരു ലോക്കറ്റ്, ഈ ലോക്കറ്റ് പതിച്ച ഒരു മാല അവളുടെ കഴുത്തിലുണ്ട് എന്ന് മാത്രമാണ്. മറ്റൊരു തെളിവ് പോലും അവശേഷിക്കുന്നില്ല. അങ്ങനെ ഭൂമി ആ മാലയിലെ ലോക്കറ്റിലേക്ക് മറിച്ചും തിരിച്ചും നോക്കാണ്. അവൾക്ക് വല്ലാതെ സങ്കടം തോന്നുക, തൻ്റെ കയ്യിലുണ്ടല്ലോ ഇനി ആ അഭിരാമി ഞാനായിരിക്കോ? ഒരിക്കലുമല്ല. താൻ എൻ്റെ അമ്മയുടെയും അച്യുതൻ്റെയും മകളാണ്. അതെങ്ങനെ എൻ്റെ കഴുത്തിൽ വന്നു? ഒരുപക്ഷെ അച്ഛൻ എവിടെന്നെങ്കിലും കിട്ടിയതായിരിക്കോ? അങ്ങനെ ഒരു 100,000 ചോദ്യം ഭൂമിയുടെ മനസ്സിലുണ്ട്. അങ്ങനെ ആ മാലയായിട്ട് അവൾ അമ്മയെ കാണാനായിട്ട് ജയിലിലോട്ട് പോവാണ്. അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അതിനു വേണ്ടി തന്നെ അങ്ങനെ അമ്മയെ കാണാനുള്ള പെർമിഷൻ എടുത്ത് അമ്മയെ കാണാൻ വേണ്ടി കാത്തിരിക്കാം. അമ്മേ, എനിക്കൊരു കാര്യം അറിയാനാണ് വന്നത്. അജിയുമായിട്ട് എൻ്റെ വിവാഹം നടന്നല്ലോ. ആ വീട്ടിലെ മുത്തശ്ശിയും അമ്മയൊക്കെ എന്നെ അംഗീകരിച്ചു. പക്ഷേ ഇന്ന് ഒരു പൂജ നടന്നിരുന്നു. ആ സമയത്ത് അവരെൻ്റെ കഴുത്തിൽ അവരുടെ കുടുംബ പാരമ്പര്യമായ മാല, ഒരു മുദ്ര പതിപ്പിച്ച ഒരു മാലയും ലോക്കറ്റും എനിക്കായി സമ്മാനിച്ചു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പല ചിന്തകളും വന്നു. അങ്ങനെ ആ മാല കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും അംബിക നെടലോടെ ഭൂമിയെ നോക്കാണ്. ഇതെൻ്റെ കഴുത്തിലുണ്ടായിരുന്നല്ലോ അമ്മേ. അന്ന് അമ്മ പറഞ്ഞത് ഏതോ പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണെന്നാ. പക്ഷെ അതല്ല സത്യം. ഇത് സെയിം മാലയായിരുന്നു. സൗഭാഗ്യപുരത്തെ മാലയായിരുന്നു. അച്ഛൻ എവിടുന്നെങ്കിലും കിട്ടിയതാണോ അത് മോളെ എന്ന് പറഞ്ഞ് കണ്ണീരൊപ്പിക്കൊണ്ട് അംബിക പറയാ, മോളെ, നീ ഞങ്ങളുടെ മകളല്ല, ഞങ്ങളുടെ വളർത്തുമകളാണ്. ഇത് കേട്ട ഭൂമി നെട്ടലോടെ അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അതെ, നിന്റെ അച്ഛൻ പോയ ദിവസം അന്ന് ഫാദേഴ്സ് ഡേ ഒരുക്കിയിരുന്നല്ലോ. അതെന്തിനായിരുന്നു? നിന്റെ യഥാർത്ഥ അച്ഛനെ നിന്നെ കയ്യിൽ ഏൽപ്പിക്കാനായിരുന്നു. അച്ഛന് അസുഖമാണെന്നും ബ്രെയിൻ ട്യൂമറാണെന്നും അച്ഛൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നിന്റെ സന്തോഷമായി നിനക്ക് ജീവിക്കാൻ വേണ്ടി നിന്നെ യഥാർത്ഥ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് അപ്പോൾ എന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ ഉണ്ടായ സാഹചര്യങ്ങളും എല്ലാം അംബിക മകളോട് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മാത്രമേ അറിയൂ നിന്റെ അച്ഛൻ ആരാണെന്ന്. എന്നോട് പോലും പറഞ്ഞില്ല. അവസാന നിമിഷവും ഞാൻ ചോദിച്ചതാണ്. എനിക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, എല്ലാവരുടെ കൂട്ടത്തിൽ നീ അറിഞ്ഞാൽ മതിയെന്ന അച്ഛൻ എന്നോട് അപ്പോൾ പറഞ്ഞത്. ഇത് കേട്ട് ഭൂമിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വേണ്ട, എനിക്ക് വേറൊരു അച്ഛൻ വേണ്ട. എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ, മറ്റൊരാളെ എനിക്ക് വേണ്ട. ഇല്ല മോളെ, നിന്നെ എത്രമാത്രം ഞങ്ങൾ സ്നേഹിച്ചു അതിലിരട്ടി നീ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ അച്ഛൻ്റെ അമ്മയ്ക്ക് നീ തിരികെ പോകണം. അച്ചോട്ടനെ നിന്നെ കൊല്ലാൻ വേണ്ടി കൊടുത്താ നിന്നെ എങ്ങനെ അച്ചോട്ടൻ കൊല്ലുക? നിന്നെ ഞങ്ങൾ പൊന്നു പോലെ വളർത്തി. എനിക്കറിയാം എൻ്റെ അച്ഛനും അമ്മയും എന്നെ എത്രമാത്രം സ്നേഹിച്ചെന്ന്. അതിനുള്ള അർഹത പോലും എനിക്കില്ല. എന്നെ കൊല്ലാൻ കൊടുത്തവർ എൻ്റെ കുടുംബക്കാർ തന്നെ ആയിരിക്കില്ല അമ്മേ. അവർക്ക് പോലും എന്നോട് അത്ര സ്നേഹം തോന്നിയില്ലല്ലോ. അന്യായ നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നിയല്ലോ. അങ്ങനെ ഭൂമി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ രക്ഷിക്കണം. എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയാണെന്ന് എനിക്ക് ആരാണെന്ന് കണ്ടുപിടിക്കുകയും വേണം. പിന്നെ എനിക്കൊരു കാര്യം ഉറപ്പായി, ഞാൻ സൗഭാഗ്യപുരത്തുള്ളതാണെന്ന്. ആ ലോക്കറ്റ് പതിച്ച മുദ്ര മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞു. അഭിരാമിയെ ചെറുപ്പത്തിൽ കാണാതായ അഭിരാമിയുടെ കഴുത്തിലും ഉണ്ടായിരുന്നു എന്ന കാര്യം. അപ്പോൾ ആ അഭിരാമി ഞാനായിരിക്കില്ലേ അമ്മേ? ആയിരിക്കാം മോളെ. നിന്നെ അച്ചോടൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ നിൻ്റെ കുഞ്ഞുടുപ്പും ആ മാലയും ഉണ്ടായിരുന്നു. അച്ചോടൻ അത് നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കാണും, നീ ഒന്ന് നോക്ക്. അങ്ങനെ ഭൂമി പോയി തന്നെ കിട്ടിയപ്പോഴുള്ള ഞാൻ ഇട്ട ഡ്രസ്സും ആ മാലയൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമിക്കാണെങ്കിലോ ഈ സമയമൊക്കെ ഈ കമാൽ ഈ ഭൂമി ഇനി എങ്ങനെ അങ്കിയാലും സ്വന്തം സത്യദാസിൻ്റെ മകളാണോ എന്ന് തിരിച്ചറിയും. അവൾ എന്നിട്ട് സൗഭാഗ്യപുരത്ത് എല്ലാവരോടും ആ കാര്യം പറയൂ എന്ന് ഭയന്ന് ഭവാനി ഏത് സമയം കമാലിനെ അവളുടെ പുറകെ ഫോളോ ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ടാവും. അങ്ങനെ കമാൽ വിളിച്ച് പറയാം, എന്തൊക്കെയോ തെളിവായിട്ട് അവളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ പൂജ കഴിഞ്ഞ ശേഷം അവൾക്ക് വല്ലാതെ ഭാവം മാറ്റാ. ആ മാല കണ്ടതിന് ശേഷം അത് അവളുടെ കഴുത്തിലുണ്ടായിരുന്നല്ലോ. അവൾ മനസ്സിലാക്കി കഴിഞ്ഞു കമാലെ, അവൾ സൗഭാഗ്യപുരത്തെ സന്തതിയാണെന്ന്. ഇനി അവൾ അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെ തൻ്റെ ചെറുപ്പത്തിലുള്ള ആ മാലയും ആ കുഞ്ഞുടുപ്പൊക്കെ അടങ്ങിയ ആ ബോക്സ് അജയുടെയും അവളുടെ റൂമിൽ അടിയിലായിട്ട് ഒരു കബോർഡിന് അടിയിലായിട്ട് സൂക്ഷിക്കുകയാണ് കേട്ടോ ഭൂമി. അത് അങ്ങനെ അവൾ വരുന്നതും റൂമിലേക്ക് കയറിപ്പോരുന്നതെല്ലാം ഈ ഭവാനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി താഴേക്ക് പോയി എന്ന് മനസ്സിലാക്കിയതും അവിടുന്ന് ആ ഒരു മാലയും ബോക്സും എടുത്ത് മാറ്റാനായിട്ട് ഭവാനി ആ റൂമിലേക്ക് കയറുകയാണ്. അങ്ങനെ ആ റൂമിൽ കയറിയിട്ട് ആ ബോക്സും മാലയും എടുത്തിട്ട് അതെവിടെ
എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കണം. ആദ്യം ഭവാനിയുടെ റൂമിൽ തന്നെ അത് ഒളിപ്പിക്കാട്ടോ. അങ്ങനെ ഭൂമി റൂമിലേക്ക് കയറി വന്നതും അവിടെ ആരോ കയറി എല്ലാം തെരഞ്ഞിട്ടുണ്ടെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുക. അവളാണെങ്കിലോ അവൾ കൊണ്ടുവന്ന് വെച്ച ആ ബോക്സ് അവിടെ തന്നെ ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് അതവിടെ ഇല്ല. അങ്ങനെ ഭൂമി അവിടെയൊക്കെ അരിച്ച് പെറുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കള്ളൻ കപ്പലിൽ തന്നെ ഈ വീട്ടിലുള്ള ആരോ ആണ്. തൻ്റെ നിരോധനത്തിനും ചെറുപ്പത്തിൽ തന്നെ കൊല്ലാനും വേണ്ടി കൊടുത്തത് ആർക്കാണ് ഈ വീട്ടിൽ ഇത്രയും പകയോടെ ജീവിക്കുന്നത്? അങ്ങനെ ഭവാനിയുടെ മുഖം അവളുടെ മനസ്സിലോട്ട് വരുന്നു. എപ്പോഴും തന്നോട് ദേഷ്യത്തിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. സത്യദാസ് സാറിൻ്റെ മകളാണ് താനെന്ന് തിരിച്ചറിഞ്ഞു കാണും. അതുകൊണ്ടാണ് പലപ്പോഴും തന്നെ കൊല്ലാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും ഓരോരുത്തർ തൻ്റെ പുറകെ വന്നത്. അങ്ങനെ ഭൂമി എല്ലാം കൂടെ കൂട്ടി വായിക്കുന്നുണ്ട്. തൻ്റെ അച്ഛനെ കൊന്നതുപോലും ഈ ഭവാനി മേഡം അല്ലാന്ന് ആർക്കറിയാം? തന്നെ കൊല്ലാൻ കൊടുത്തത് ഒരു പക്ഷേ ഭവാനി ആയിരിക്കും. അങ്ങനെ അച്ഛനെ ഇവിടെ സൗഭാഗ്യപുരത്ത് കണ്ടപ്പോഴായിരിക്കും ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം ഭവാനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഭവാനിയുടെ റൂമിലേക്ക് ചെല്ലാണ് ഭൂമി. അങ്ങനെ ഭവാനിയാണെങ്കിലോ റൂം പൂട്ടി താഴേക്ക് പോയി കാണും. അങ്ങനെ ഭവാനി ആൻറ്റി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സംഗീതയുടെ അടുത്ത്. എന്താ മോളെ ഭവാനി ആൻറ്റി അന്വേഷിക്കുന്നത്? ഇല്ല, ഇവിടെ ഒന്നും കണ്ടില്ല, കുറച്ച് സമയം ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പുറത്ത് പോയി. അങ്ങനെയാണെങ്കിൽ ആ തെളിവുമായിട്ട് ആ ഉടുപ്പുമായി താൻ എടുത്തു വെച്ച ആ ബോക്സായിട്ട് കടന്നു കളഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ കുറച്ച് വൈകിയാണ് ഭവാനി വരുന്നത്. ഭവാനിയെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇറ്റോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. അവളുടെ നോട്ടം കണ്ട് ചെറിയൊരു പേടിയും വിറയലൊക്കെ ഭവാനിക്കുണ്ടായെങ്കിലും അവളുടെ മുമ്പിൽ അങ്ങനെ പതറാൻ പാടില്ല. അങ്ങനെ ഭൂമിക്കരികിൽ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താടി നീ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ചില ആളുകൾക്ക് കള്ളത്തരം കാണുമ്പോൾ തുറിച്ച് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ തുറിച്ച് നോക്കുന്നത് പോലെയാണോ ആൻറ്റിക്ക് തോന്നിയത്? നീ എന്നെ ആൻറ്റി എന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുക. നിന്നെപ്പോലെ അവിടെ ഇവിടെയും കിടന്ന് വളർന്നവരൊന്നും എന്നെ അങ്ങനെ വിളിക്കണ്ട. എൻ്റെ മോള് ജീവിതം തകർത്തവളാ. ഞാൻ അവിടെ ഇവിടെയൊക്കെ കിടന്ന് വളർന്നെങ്കിൽ അതിൻ്റെ കാരണക്കാരി നിങ്ങളും കൂടെ അല്ലേ? ഇത് കേട്ടതും ഭവാനി ഒന്ന് നെട്ടുന്നുണ്ട്. എനിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അന്നും മനസ്സിലായിട്ടില്ലെന്ന് നിങ്ങൾ കരുതേണ്ട. കുറച്ചു മുമ്പ് ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവന്നു വെച്ച ചെറുപ്പത്തിൽ ഞാൻ ഉപയോഗിച്ച ആ മാലയും ആ ഒരു ഉടുപ്പുമറിഞ്ഞ ആ ബോക്സ് എവിടെ? ഇത് കേട്ട് ഭവാനി നെടലോടെ ചുറ്റും നോക്കുന്നുണ്ട്. ആരെങ്കിലും കേട്ടുപോയെന്ന കാര്യം. അതുമായിട്ട് നിങ്ങൾ പുറത്തു പോയി അത് മറ്റാരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന സത്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരി. സത്യദാസ് സാറിൻ്റെ മകളാണ് ഞാനെന്ന് എനിക്ക് മനസ്സിലാവും. അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെ കൊല്ലാൻ കൊടുത്തതും അച്യുതൻ്റെ കയ്യിൽ കൊടുത്തതൊക്കെ നിങ്ങൾ തന്നെ. എല്ലാത്തിനും ഞാൻ നിങ്ങളെ കണക്ക് പറയിപ്പിക്കും. അങ്ങനെ ഭൂമി ചിന്തനായി വീണ്ടും റൂമിലിരിക്കാട്ടോ. ഭവാനി ഇത് കേട്ടതും ആകെ ഭയന്ന് പോകുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? അവളുടെ കയ്യിൽ എന്ത് തെളിവാനുള്ളത് ഇതിനൊക്കെയുള്ളത്? അങ്ങനെ ഭവാനി ആലോചിച്ച് നിൽക്കുക. കമലിനോട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ പറയണം. അവൾ അജിയോട് പറഞ്ഞു കൊടുത്താൽ എല്ലാ സകലതും പൊളിയും. തെളിവുകളില്ലാതെ ഭൂമി അങ്ങനെ അജിയോടൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ തെളിവുകളും ഭൂമി ഉണ്ടാക്കുന്നുണ്ട്. ഭൂമി ഇങ്ങനെ ചിന്തായമായി ഇരിക്കുന്ന സമയത്ത് അജയ് ചോദിക്കാണ്, എന്ത് പറ്റി ഭൂമി? പക്ഷേ അജയ് അങ്ങനെ ചോദിച്ചെങ്കിലും ഭൂമി മറുപടി ഒന്നും പറയുന്നില്ല. എന്നാൽ എന്തോ ഒരു കാര്യം ഭൂമി ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന കാര്യം അജയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ ഭൂമിയെ നിരീക്ഷിക്കാനായിട്ട് തന്നെ അവൻ ഒരുങ്ങാണ്. ഭൂമിയെ ഫോളോ ചെയ്ത് പോയപ്പോഴാണ് അവൻക്ക് ആ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഭൂമി തൻ്റെ അമ്മയെ രക്ഷിക്കാനും താൻ ഏത് കുടുംബത്തിലുള്ളതാണെന്ന് തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്ന കാര്യം. അങ്ങനെ ഭൂമി തന്നെയാണ് കമാലിനെ കണ്ടുപിടിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെ കൊലപാതകിയായ കമാലിനെ അജയും ഭൂമിയും കൂടെ ചേർന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമാൽ സത്യങ്ങളൊക്കെ വിളിച്ച് പറയാം. ഭവാനി മേഡത്തിൻ്റെ കൊട്ടേഷൻ ആയിരുന്നു അച്യുതനെ കൊല്ലാനെന്നും ആ വീട്ടിൽ ഞാനുണ്ടായിരുന്നെന്നും അച്യുതൻ്റെ കയ്യിൽ ചെറുപ്പത്തിൽ ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചായിരുന്നു. ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞെന്ന് കള്ളം പറഞ്ഞ അയാൾ അവളെ മകളായി വളർത്തി. അത് അഭിരാമിയാണ് ഭൂമിയെന്നും പറയാണ്. വീട്ടിൽ തന്നെയാണ് കള്ളനെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയാൻ കേട്ടോ. ഭവാനി ചെയ്ത കൊടും ചതി, സത്യദാസിൻ്റെ കുടുംബം ഇല്ലാതാക്കിയതും ഭവാനിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അച്യുതൻ്റെ കൊലപാതകത്തിനും കമാലിനെയും ഭവാനിയെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്താണ്. ഇതിനെല്ലാം സൂത്രധാരണ ഭവാനിയാണ്. അന്ന് എന്ത് സംഭവിച്ചു സുമിത്രയ്ക്ക് എന്നതിൽ യാതൊരു തെളിവും ആർക്കും തന്നെ ഇല്ല. അങ്ങനെ അഭിരാമിയെ തിരിച്ചു കിട്ടി. ഇനി ഉള്ളത് സുമിത്രയാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് ഭവാനിയെ കൊണ്ടുപോകുമ്പോൾ
ആ കുടുംബത്തിൽ ഒരു പേരുദോഷം വേണ്ടെന്ന് കരുതി ആ കേസുകളെല്ലാം പിൻവലിക്കാണ്. അങ്ങനെ കമാലിനെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അംബികയെ പോലീസ് റിലീസ് ചെയ്യുകയും ചെയ്യാണ് കേട്ടോ. ഭവാനിയെ ഇനി ഈ നിമിഷം പോലും ഈ സൗഭാഗ്യവ്രതം നിൽക്കരുതെന്ന് പറഞ്ഞ് ആട്ടി വിടുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെ കൊന്നതിൻ്റെ പ്രതികാരമായിരുന്നു തനിക്കെല്ലാം നഷ്ടപ്പെടുത്തിയത് സത്യദാസാണ്. ആ സത്യദാസിന് കുടുംബം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു ഭ്രാന്തിയെ പോലെ ഇത്രയും കാലം അടക്കി വെച്ച പകയെല്ലാം ഭവാനി എല്ലാവർക്കും മുമ്പിൽ പൊട്ടിത്തെറിക്കാൻ മരിക്കാനും എനിക്കൊരു പേടിയില്ല. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാവുമ്പോൾ ഭവാനി വിഷം കഴിക്കുന്നുണ്ട്. പക്ഷേ കഷ്ടിച്ച് ഭവാനി രക്ഷപ്പെടാട്ടോ. അത്രേ പെട്ടെന്നും ഇത്ര ദുഷ്ടന്മാർക്ക് രക്ഷപ്പെടാനാവില്ലല്ലോ. അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷമുള്ള ഒരു സ്റ്റോറിയാണിത്. ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.